90+ മൈ ട്യൂഷൻ ആപ്പിൽ ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പഠിക്കൂ. നേടൂ ബോർഡ് എക്സാമിന് 90+ മാർക്സ്. വാത്സല്യ കുറുമ്പുകളുടെ വിസ്മയ സംഗീത വേദിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. സ്വരവിരുന്നിലെ നിർമ്മലനാദം, തിരുവനന്തപുരത്തിന്റെ നാദനിറവ്. വെൽക്കം ആൻഡ് ബെൻസൺ. ഇതാര് പേരിട്ടല്ലേ? ആൺകുട്ടി. ആൺകുട്ടി. ഞാൻ പാടിയ ആരാ? ഞാൻ അങ്ങനെ പറയോ? ഇല്ലല്ലോ, ശ്രീദേവ് അല്ലേ പറയുന്നത്. ആൻ എന്നുള്ള പേരിനെ ആൺകുട്ടിയാക്കില്ലേ ഇവര്? ആൺകുട്ടിയാക്കി. ആൺകുട്ടി എന്ന പെൺകുട്ടി. ആൺകുട്ടി എന്നാലും നന്നായിരിക്കും. ആൻ. ശരി, ഏതായാലും ആൻ നല്ലതാണ് കേട്ടോ. താങ്ക് യു. അപ്പൊ ഏത് പാട്ടാ? ഞാനിന്ന് സ്വർണ്ണമുഖിലെ The world famous hit song of Malayalis. സ്വർണ്ണമുഖിലെ മുഖിലെ സ്വപ്നം കാണാറുണ്ടോ? ആൺകുട്ടി ഇന്ന് പാടാൻ പോകുന്ന പാട്ടിൽ സംഗതികൾ അത്യാവശ്യം ഉണ്ടല്ലോ അല്ലേ? സംഗതി ഉണ്ട്, കൊറേ ഫീലുണ്ട്. എല്ലാം കൂടി പോരട്ടെ, ഓരോ ലോഡ് അതെ, ഇറക്ക്, നമ്മളൊന്ന് കേക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
നല്ല മനോഹരമായിട്ട് പാടി കേട്ടോ. താങ്ക് യു അങ്കിൾ. കാരണം ഈ പാട്ട് ഇത്രയും പെർഫെക്ഷനും ഇത്രയും എന്താണ് എക്സ്പ്രഷനോട് കൂടി പാടുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. താങ്ക് യു അങ്കിൾ. പക്ഷെ മോളൊരു 99% പാടി. 1% എവിടാന്ന് ആൺകുട്ടി എന്നെ അങ്ങ് പറ. വർഷസന്ധ്യ. പക്ഷെ അത് തെറ്റല്ല, കറക്റ്റാണ് പാടിയത്. സ്റ്റേജിൽ പാടുമ്പോഴത്തേക്ക് അത് നമുക്ക് ഒരു ടെൻഷന്, ഇത്ര ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുമ്പം ശകലം ശ്വാസം കുറയും. അതിനാണ് എപ്പോഴും നമ്മൾ പറയാറുള്ളത്, കയറുമ്പം ഒന്നും ആലോചിക്കരുത്, വളരെ റിലാക്സ്ഡ് ആയിട്ട് വന്നങ്ങ് പാടിക്കഴിഞ്ഞാൽ അതങ്ങ് പോകും. ഇതൊക്കെ ഇഗ്നോർ ചെയ്യാം, അങ്കിളിന് വേണമെങ്കിൽ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാം. പക്ഷെ എങ്കിലും മോൾ ഇത്രയും ഒരു ഫാന്റാസ്റ്റിക് സിംഗറാണ്. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സിംഗറിൻ്റെ അടുത്ത് ആ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ പറഞ്ഞു തരണം അല്ലേ? ഇതുപോലത്തെ എത്ര വർഷം പാടാനിരിക്കുന്നു ഇനി അല്ലേ? അതുകൊണ്ട് വർഷങ്ങളോളം നമ്മുടെ പാട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ താങ്ക് യു. എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ജോൺസേട്ടൻ്റെ ഒരു വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ക്ലാസിക്സ്. അപ്പോൾ മോളിന്ന് നന്നായിട്ട് തന്നെ പാടി, താങ്ക് യു അതിനകത്ത് ഒരു അങ്കിൾ. മോശവും ഇല്ല. പക്ഷെ മോള് തന്നെ എടുത്ത് പറഞ്ഞല്ലോ മോളുടെ മിസ്റ്റേക്ക്. അതൊരു വലിയ ഗ്രേറ്റ്നെസ് ആണ്. കാരണം ഒരു പാട്ടുകാരനോ പാട്ടുകാരിക്കോ അവർക്ക് എവിടെ പോയി എന്നുള്ള സ്വയം മനസ്സിലാക്കുന്നതാണ് ഒരു 100% വിജയത്തിലോട്ടുള്ള ലക്ഷ്യത്തിന്റെ ഗതി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അങ്കിൾ. എനിക്ക് എങ്ങനെ തുടങ്ങണം എന്ന് അറിഞ്ഞോട്ടെ. അതായത് ഈ പാട്ട് ആക്ച്വലി എനിക്ക് ഭയങ്കര ദേഷ്യമുള്ളൊരു പാട്ടായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ഈ പാട്ടിൻ്റെ പല രൂപങ്ങൾ നമ്മൾ പല കോമ്പറ്റീഷൻസിൻ്റെ ഓഡീഷൻസിനിരിക്കുമ്പം ഇത് പകുതി പോലും ശരിയല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ കാൽഭാഗം പോലും ശരിയല്ലാത്ത രീതിയിൽ ആയിരങ്ങളോളം കുട്ടികൾ പാടി കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത്ര നല്ല പാട്ട് അവർ പാടുമ്പം ഒട്ടും മനസ്സിലാക്കാത്ത പാടുന്ന വേർഷൻസ് കേട്ട് 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 ചില പാട്ടുകളോട് നമുക്ക് അറിയാതെ ഒരു അകൽച്ച വരില്ലേ? ഇന്ന് മോള് പാടിയപ്പം എനിക്ക് 60 അല്ല, 70 അല്ല, 80 അല്ല, 90 അല്ല, 100% ഇഷ്ടപ്പെട്ടു. താങ്ക് യു അങ്കിൾ. മോളുടെ ആദ്യം ചോദിച്ചു സംഗതികൾ പഠിച്ചു. അപ്പോൾ മോള് പറഞ്ഞത് സംഗതികളിനേക്കാളും കൂടുതൽ ഇതിൽ ഫീലാണ്. മോള് പറഞ്ഞത് അക്ഷരപ്രതി മോള് പാട്ടിൽ പാടി കേൾപ്പിച്ചു. അതാണ് അങ്കിളിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. പാടി കഴിഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ കണ്ണും പൂട്ടിയ പാട്ട് കേട്ടത്. കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എംജിങ്ങൾ നോക്കിയപ്പോൾ എംജിങ്ങൾ പറഞ്ഞ ഒരു ചെറിയൊരു ഒരു സാധനം. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു, ഇനി അത് പറയല്ല. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞല്ല, പറയേണ്ടത് പറയണം. അതാണ് MG അങ്കിള് ആൻ്റെ അടുത്ത്. തെറ്റാണെങ്കിൽ തെറ്റ്, ശരിയാണെങ്കിൽ ശരി. അപ്പൊ തന്നെ പറഞ്ഞു, ആനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ ചോദിച്ചാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അതെ, വർഷസന്ധ്യ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കൊരു 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ പെർഫോമൻസ് ആണ്. നൈസ്, സൂപ്പർ. താങ്ക് യു അങ്കിൾ. എന്തൊരു പാട്ടാണത്, നന്നായിട്ട് പാടി. താങ്ക് യു അങ്കിൾ. ഏത് നാടകം കഴിഞ്ഞ മോള് കലക്കി, താങ്ക് യു അങ്കിൾ. ഉഗ്രനായിട്ട് പാടി. പിന്നെ ആനിവിടെ വരുമ്പോൾ തന്നെ ഞങ്ങൾ എണീക്കാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്, ഇവിടെ ഇരിക്കണത്. ഏത് പാട്ട് പാടിയാലും ഞങ്ങൾ എണീക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും ക്വാളിറ്റി പാട്ടിലേക്ക് വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് ഇത് കേട്ടപ്പോൾ ജോൺസൺ ചേട്ടൻ തന്നെ ചെയ്ത ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്. മൗനസരോവരമാകിയുണർന്നു സ്നേഹമനോരഥവേഗമുയർന്നു കനകാങ്കുലിയാൽ തമ്പുരുമീട്ടും സുരസുന്ദരിയാം യാമിനി പോലും പാടുകയായി മധുഗാനം. സന്തോഷമായില്ലേ? വളരെ സന്തോഷമുണ്ട് മോളുടെ ഇമ്പ്രൂവ്മെന്റ് കാണുമ്പോൾ. താങ്ക് യു ഇനിയും അങ്കിൾ. ഇതുപോലെ തന്നെ നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ. താങ്ക് യു അങ്കിൾ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു അങ്കിൾ. പപ്പിക്കുട്ടി, എന്താണ്? ഞാൻ ജോൺസൺ മാസ്റ്ററെ കുറിച്ച് ആലോചിച്ചു പോയി. ജോൺസൺ മാസ്റ്ററിൻ്റെ കുട്ടികൾ നല്ല വീട്ടിലെ എൻ്റെ മോളായിട്ട് നല്ല അടുപ്പത്തിലാണ്. അവരിങ്ങനെ ഒരാൾ മാറി ഇങ്ങ് പോയപ്പം വല്ലാത്തൊരു വേദന ഉണ്ട്. അപ്പം പെട്ടെന്ന് ജോൺസൺ മാസ്റ്ററെ ഫ്ലാഷ് ബാക്കിൽ പോയി ഞാൻ. വളരെ നന്ദിയുണ്ട് മോളെ, വളരെ നന്നായിരുന്നു, വളരെ നന്നായിരുന്നു.
താങ്ക് യു പപ്പിക്കുട്ടി, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ ഉമ്മ, ബൈ. മോക്ക് ഞാൻ ഇന്ന് തരുന്ന മാർക്ക് മോള് തന്നെ പറഞ്ഞുകൊണ്ട്, സ്വന്തമായിട്ട് പറഞ്ഞുകൊണ്ട് ഒരു 0.25 ഇഞ്ഞ് എടുക്കണം. 9.75 ഔട്ട് ഓഫ് 10. താങ്ക് യു അങ്കിൾ. 10 out of 10. താങ്ക് യു അങ്കിൾ. ആൻകുട്ടിക്ക് എന്താ? ഞാൻ തരുന്നു 10 out of 10. താങ്ക് യു അങ്കിൾ. So 29.75 out of 30. താങ്ക് യു. And that means ആൻഡ് വീണ്ടും 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 തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വേറെ ഒന്നുമല്ല പക്ഷേ ഇഷ്ടം എ ഗോൾഡൻ ക്രൗൺ. അടിയൊരു തങ്കമ്മാമം പൂക്കുറ്റി. Congratulations, you are awarded a golden crown. താങ്ക് യു. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു. ഇനി വോട്ടിങ്ങിനുള്ള സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സെറ്റിന്റെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. SSLC +2 ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. ഈ ഒരു ടൈമിൽ കൂട്ടുകാർക്ക് ബോർഡ് എക്സാമിന് വേണ്ടി വളരെ കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടി 90+ മൈറ്റേഷൻ ആപ്പിൽ പുതിയ അപ്ഡേറ്റുകൾ ഒരുക്കിയിരിക്കുന്നു. SSLC എക്സാം എഴുതുന്ന കൂട്ടുകാർക്കായി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്ത് ചാപ്റ്റേഴ്സ് അടിസ്ഥാനത്തിൽ ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് 90+ മൈറ്റേഷൻ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങളിലാണ് ചാപ്റ്റേഴ്സ് അടിസ്ഥാനത്തിൽ ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കിയിരിക്കുന്നത്. മാത്രമല്ല ബോർഡ് എക്സാമിന് ഒരുങ്ങുന്ന കുട്ടികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ ഫോക്കസ് ഏരിയ മെറ്റീരിയൽസും 90+ ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ 90+ മൈറ്റേഷൻ ആപ്പ്. രാഗപൂന്തോപ്പിലെ സ്വരമധുരം നമ്മുടെ സ്വന്തം അമൃതക്കുട്ടി. വെൽക്കം അമൃത വർഷിണി ഓൺ സ്റ്റേജ്. മിനുമിനുങ്ങണ കണ്ണിൽ കുഞ്ഞു മിന്നാമിന്നികളാണോ, തുടി തുടിക്കണ നെഞ്ചിൽ നല്ല തൂവാൽ മൈനകളാണോ, ഏലമലക്കാവിൽ. എന്താ നമ്മള് ഇങ്ങനെ ഓടുന്നേ? ശരിയാ, ഞാൻ എപ്പോഴും ചോദിക്കണം വിചാരിക്കും. എനിക്ക് ഈ ഉടുപ്പിന്റെ കളറ് ഭയങ്കര ഇഷ്ടമാണ്. പിങ്ക്. എനിക്ക് ഇതിനെക്കാട്ടിൽ ഡാർക്കായിട്ടൊരു കളറിലുള്ളൊരു ഉടുപ്പുണ്ടായിരുന്നു. ഇതിന്റെ ഈ ഷർട്ടിന്റെ ഒരു ഗ്ലെയർ ഉണ്ടല്ലോ, ഇത് ഈ ടോണിന്റെ ഒരു ഗ്ലെയർ നമ്മുടെ മുഖത്തോട് അടിക്കുമ്പോഴത്തേക്ക് അത്ര റെഡിഷും അല്ല, ഒരു നല്ലൊരു എന്താണ് ഒരു ഇപ്പൊ മോടെ മുഖം കാണാനൊരു എന്ത് രസമാണെന്നറിയാം. തക്കാളി പോലെ ഇരിപ്പുണ്ട്. ചുമന്ന് തുടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല രസമാണ് കാണാൻ. എനിക്ക് തോന്നുന്നത് മറ്റേ ബബ്ലൂസ് നാരങ്ങയില്ലേ, ആ, അതിന്റെ ഉൾവശം പോലെ. ഏത് പാട്ടാ മോളെ? കൺമണിയെ കൺമണിയെ കരയാതിറങ്ങുന്നി. ഡീറ്റെയിൽസ് പറയൂ. ലിറിക്സ് യൂസഫ് അലി കേച്ചേരി സർ, കേച്ചേരി. മ്യൂസിക് ബാബുരാജ് സർ, വെരി ഗുഡ്. പാടിയത് ജനകിയമ്മ. സിനിമ കാർത്തിക, 1968. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കണ്ണിനു കണ്ണായി
അമ്രോഡ്സ് എന്താ സാർ നല്ലൊരു കൈഡിയായിരുന്നു. താങ്ക് യു സാർ കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോള് പാടിയത് കേട്ടോ. താങ്ക് യു കാരണം സാർ ഒരുപാട് സ്ഥലങ്ങൾ നല്ല ഫീലായിരുന്നു. ലാസ്റ്റിൽ ഒരു ഗൽഗതമൊക്കെ ഉണ്ടല്ലോ, ഒക്കെ നന്നായിട്ട് വന്നു. ഒരുപാട് സ്ഥലങ്ങൾ, കാരണം ഒരു അബൌട്ട് 90% അതിനകത്ത് ആ ഫീലും അതിൻ്റെ ആ ഭംഗി, ബാബുക്കയുടെ ആ സംഗതികളുടെ ഭംഗി ഉണ്ടെന്ന്. ഈ അല്ലേ അല്ലേ എന്ന് ആദ്യം പാടിയത് മാത്രം കുറച്ച്, പക്ഷെ രണ്ടാമത് പാടിയത് കറക്റ്റായിരുന്നു അല്ലേ. അപ്പോൾ ആദ്യം പാടിയത് കുറച്ച് വിട്ടുപോയെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അറിഞ്ഞൂടാത്തോണ്ടല്ല. അത് നോം മനസ്സിലാക്കുന്നു. പിന്നെ രണ്ടാമത് ലാസ്റ്റിൽ അത് നീ എന്തറിയുന്നു എന്നില്ലേ, ബാക്കി എല്ലായിടത്തും നല്ല ഫിനിഷായിട്ട് വന്നിട്ട് ഈ ഒരു പോർഷൻ വരുമ്പോൾ കറക്റ്റാണ് മോള് പാടിയത്, എന്നാലും അതിനൊരു ഫിനിഷ്. മോൾ അത്രയും നന്നായിട്ട് പാടിയോണ്ടാണ് ഞാൻ അവിടെ മാത്രം ഒന്ന് സൂക്ഷ്മമായിട്ട് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഓൾറെഡി ഐ ടോൾഡ് യു, ആ ഫീൽ എന്ന് പറയുന്നത് അത് നിറഞ്ഞു നിന്ന് നല്ല ഇമ്പ്രൂവ്മെന്റ്, നല്ല രസമായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സാർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത്രയും നന്നായിട്ട് പാടിയോണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയ 2 കാര്യം അറിയാതെ പറഞ്ഞു പോയത്. ഓക്കെ, മീനൂട്ടി എന്നെ നോക്കുന്നു, ഞാൻ കണ്ടു. മീനൂട്ടി ഇങ്ങനെ കാണിക്കുന്നു. അങ്ങനെ പറയാൻ പാടില്ല എന്നല്ലേ? ആ അങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞ് കണ്ണ് കാണിച്ചു. മീനൂട്ടി എന്നെ ഞാൻ പേടിപ്പിക്കുന്നു. പേടിപ്പിച്ചത് കൊണ്ട് ഇനി ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സാർ കാര്യമല്ല, പോട്ടെ കേട്ടോ. അമൃതവർഷിനി, എന്താ സാർ ഈ പാട്ടിനെ സംബന്ധിച്ച് ഇതിന്റെ ഫീല് തെറ്റിപ്പോയിരുന്നെങ്കിൽ പാട്ട് കയ്യിൽ നിന്ന് പോയേനെ. കാരണം ഇത് അത്തരം ഫീൽ കൊണ്ടുവന്ന പാട്ടാണ്. സങ്കടവും മോള് ഇടക്ക് പാടിയ ആ ഒരു ബ്രെത്ത്ലെസ് ആവുന്നതും അതെല്ലാം ശരിക്കും പാട്ടിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മോള് പാടിയത് അങ്കിളിന് നല്ല ഇഷ്ടപ്പെട്ടു. താങ്ക് യു സൂപ്പർ. താങ്ക് യു സാർ എനിക്ക് പിന്നെ ആ അല്ലേ എന്നുള്ളത് പറഞ്ഞു ശ്രീകരൻ ചേട്ടൻ, അത് സ്ലിപ്പായത് മാത്രം, അതും അറിവില്ലായ്മയല്ല എന്ന് നമുക്ക് മനസ്സിലായത് അതേ ലൈൻ ഭാഗ്യത്തിന് വീണ്ടും വീണ്ടും വരുന്നുണ്ട് ഇല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി. ശ്രുതിയുടെ കാര്യം ചെറിയ സ്ഥലങ്ങൾ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് മോളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓ സാർ അത് കുറച്ചും കൂടിയും കയ്യിലിരിക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴാണെന്നറിയോ? ഓപ്പൺ ആക്കി പാടുമ്പോൾ യെസ്, അത് തന്നെ. ഇതിപ്പോ ഒതുക്കി പാടുന്ന സമയത്ത് വഴുതി പോവാൻ ചാൻസ് ഉണ്ട്. അതാണ് ഈ വഴുതി പോകുന്നത്. ട്രൈ ചെയ്താൽ മതി മോള്. ഓ സാർ ശരി. അമൃതക്കുട്ടി എന്താ സാർ നന്നായിരുന്നു, നല്ല സെലക്ഷനാണ്. താങ്ക് യു സാർ ഈ പാട്ടിൽ മെയിനായിട്ട് വേണ്ടത് ശ്രുതി, ഫീൽ, കറക്റ്റ് താളത്തിൽ പാടുക. സംഗതികളെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ പാട്ടിൽ ഫീലിനാണ്. അത് മോള് മാക്സിമം കൊണ്ടുവന്നിട്ടുണ്ട് താങ്ക് യു സാർ കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ശ്രുതി എനിക്ക് മറ്റേ കഴിഞ്ഞ കഥയിലെ അനുപല്ലവി സ്റ്റാർട്ട് ചെയ്തില്ലേ, കഴിഞ്ഞ കഥയിലെ രണ്ടാമത്തെ തവണ അത് കറക്റ്റായിട്ട് വന്നു. ആദ്യത്തെ തവണ കുറച്ചൊന്ന് ശ്രുതി ഒന്ന് ആടി. നീറിപ്പോകുകയും മമ്മദൻ ഹൃദയം നീ എന്തറിയുന്നു ചരണം, അവസാനത്തെ ചരണം. അത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ തേങ്ങലും ആ വിങ്ങലൊക്കെ നല്ല എക്സ്പ്രഷൻ ആയിരുന്നു കൊടുത്തത് മോള് കേട്ടോ. വളരെ നന്നായിരുന്നു, മൊത്തത്തിൽ വളരെ നന്നായിട്ട് പാടി. ഓക്കെ, ഇനിയും മോള് ശ്രമിച്ചാൽ ഇനിയും നന്നായിട്ട് പാടാൻ സാധിക്കും. അതിനുള്ള കഴിവുള്ള കുട്ടിയാണ്. തുറന്ന് പാടുകയും ചെയ്യണം. പക്ഷെ ആദ്യം തുറന്നാണല്ലോ പാടിയത്, ആ ഹമ്മിങ് അല്ലേ. അപ്പൊ ഞാൻ എൻ്റെ ബാക്കിൽ വോളിയം കുറച്ച് വെച്ചു, പിന്നെ അത് കഴിഞ്ഞ് പാടി തുടങ്ങിയപ്പോൾ വീണ്ടും കൂട്ടി. ഓൾ ദ ബെസ്റ്റ്. അസലായിരുന്നു അമൃത, നന്നായിരുന്നു. നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. നന്നായിരിക്കും കുട്ടാ. ഉമ്മ ഒരു ക്വസ്റ്റ്യൻ ഇതുവരെ ആരെയും ഒരു മുറിവ് പോലും ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ കൊലയാളി എന്ന് പേര് വന്ന ഒരാള് ചിലപ്പോ മ്യൂസിക്കിന്റെ ആവശ്യം വരും കേട്ടോ. ആ കണ്ടോണ്ട് ഇങ്ങനെ ചളാണ്, പക്ഷെ ഇങ്ങനെ കാണിക്കണ്ട. ഓക്കെ, ഇവിടെ നോക്കണം. ഇല്ല അവിടെ നോക്കാൻ പറ്റത്തില്ല, ഇവിടെ നോക്കണം. ഇതുവരെ ഒരു മുറി പോലും ഏൽപ്പിച്ചിട്ടില്ല. ആര് ഇനി കൂടുതലൊന്നും പറഞ്ഞു തരത്തില്ല. ആര്? മുള്ളൻ ചക്കയാണോ? അയ്യോ, അതെങ്ങനെയാ മുള്ളൻ ചക്ക എങ്ങനെയാ? അതിനെവിടെ ആരെങ്കിലും പറയാം പ്ലീസ്? ചക്കരകളല്ലേ പ്ലീസ് പറഞ്ഞു കൊടുക്കല്ലേ ഫ്രാൻസിസ് ചേട്ടൻ. നമ്മളെ ടീം അല്ല കേട്ടോ, അതല്ല. എങ്കിൽ പറ, ഞാൻ പറയട്ടെ. സുശാന്ത് റെഡി ആയിട്ടിരുന്നോ? ഓക്കെ, താങ്ക് യു. കൊന്ന പൂവാ, കൊന്നമരോ? കൊന്ന എന്താ പറഞ്ഞേ? കൊന്ന എന്താണത്? കൊന്ന കൊലയാളി, കൊന്ന നമ്മൾ കൊന്ന ഒരാളെ കൊന്ന. സുശാന്തേ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.
അയ്യാ. കൊന്നയാ? കൊന്ന അങ്കളെ ആരെ കൊന്ന അവിടെ വന്ന് അടിക്കും വേണ്ട, വേണ്ട, ഞാൻ പറയാം. ഒരു കാര്യം ഞാൻ ഒരാളെ ചോദിച്ചോട്ടെ? കൊന്ന ആ, മീനോട്ടി ഞാൻ ചോദിച്ചു. കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് കൊണ്ടുപോകുന്നത് ഇത് വല്ലാതെ താണു പോയി. ഓക്കേ. എന്തായാലും അത് ഇതിന് മറക്കാം. എന്തായിരുന്നു കുഴപ്പം? ഇതിന് കുഴപ്പമേ ഉള്ളൂ. ഓക്കേ, അതെ. ഓക്കേ, ഓക്കേ. Thank you, വിട്, വിട്, thank you. വിട്, വിട്. ഓക്കേ, എല്ലാം മായ്ച്ചോളൂ. എല്ലാം മായ്ച്ചോളാം. Thank you very much. അത് തന്നെ. മതി. ആ മോളെ അമൃതവർഷിണി. അപ്പൊ അമറൂട്ട്സ്. ആ ഏത് പാട്ടാ മോളെ പാടുന്നത്? കഴിഞ്ഞു. കഴിഞ്ഞോ? ഞാൻ മീനുവിന്റെ ഒരു വിറ്റ് കാരണം വരുന്ന പ്രശ്നം മറന്നുപോയി, അതുപോലും മറന്നുപോയി. ഭാഷ കഴിഞ്ഞ് മാർക്ക് കൊടുത്താ ഇല്ല അത് കൊടുക്കണം. പറ. ആ അമറൂട്ട്സ്. എന്ത് സാർ? അമറൂട്ട്സിന് അങ്കിൾ തരുന്ന മാർക്ക് 9 out of 10. താങ്ക് യു സാർ. 9. അമൃതക്കുട്ടിക്ക് മധുവങ്കൽ തരുന്നു വീണ്ടും 9 out of 10. താങ്ക് യു സാർ. So 27 out of 30. കഷ്ടിച്ച് 27. 27 എത്തിച്ച അമൃതവർഷിണി തൊട്ടത് എന്താണ്? എ ഗോൾഡൻ ക്രൗൺ. താങ്ക് യു സാർ. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ പൂക്കുറ്റിയാണ് ഞാൻ തരാൻ പോണേ. ആടിയൊരു കൊന്ന പൂക്കുറ്റി. Congratulations, you are awarded a golden crown. താങ്ക് യു സാർ. All the best. താങ്ക് യു. ടാറ്റ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു. ഇനി വോട്ടിങ്ങിനുള്ള സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. രാഗമഴയുടെ നിറസന്ധ്യയിൽ മനോഹര ഗാനവുമായി കോട്ടയം കുഞ്ഞച്ചനെത്തുന്നു. വെൽക്കം ബെവൻ. കുട്ടാ, സാർ. എനിക്ക് ഈ വിളി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സാർ എന്നെ വിളിച്ചോളൂ. ബാക്കിയൊരു റേ കൂടെ ഉണ്ട്. സാറേ. അത് മതിയുടെ. എനിക്ക് ഇത്രയും കേട്ട് കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് സന്തോഷമായി. ഫുൾഫിൽഡായി വൺ ഡേ. ഏതാണ് പാട്ട്? ദേവി ശ്രീദേവി നിൻ തിരുവായ് മലരണി. ഏത് സിനിമ? പ്രേമാഭിഷേകം. മ്യൂസിക് ആരാ അതിന്റെ? ഗംഗയമരൻ സാർ. ഗംഗേമരൻ ആരാന്നറിയോ? ഇളയരാജ സാറിന്റെ ബ്രദർ. എഴുതിയത് പൂവച്ചൽ ഖാദർ സാർ. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സാർ. നല്ല സ്റ്റൈല് ജുബയാണല്ലോ. താങ്ക് യു. നല്ലൊരു പച്ച. ബേവൻകുട്ട നല്ലോണം പാടി നല്ല മാർക്ക് വാങ്ങിക്കണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ.
ഒരുപാട് നാളായി ഞാൻ ഈ പാട്ട് കേട്ടിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ റേഡിയോയിലും കേൾക്കാറില്ല, ആരും പാടിയും കേൾക്കാറില്ല, ഒരു മീഡിയയിൽ ടെലിവിഷനിലൂടെയും കാണാറില്ല. പെട്ടെന്ന് ഈ പാട്ട് കേട്ടപ്പോഴത്തേക്ക് ഇതിനകത്ത് ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചു, തുടക്കത്തിൽ കുറേ സംഗതികളുണ്ടല്ലോ എന്ന്. അതൊക്കെ മണി പോലെ പെർഫെക്റ്റ് ആയിട്ട് വീണ്ടും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബവൻ പാടിയപ്പോഴാണ് ഈ പാട്ടിനോട് കൂടുതൽ പ്രേമം തോന്നുന്നത്. താങ്ക് യു ഈ 11 വയസ്സിൽ ഈ കുട്ടി ഇത്രത്തോളം ആ സംഗതിയൊക്കെ ഉണ്ടല്ലോ, ലാസ്റ്റിലത്തെ ആ സംഗതിയും പിന്നെ തത്തറ്റിന്നെ തത്താത്ത അതൊക്കെ, അത് ആ പോർഷൻസ് ഒക്കെ പെർഫെക്റ്റ്. ഇതിൽ എവിടാണ് ഒരു പോയിന്റ് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റ് പോലും പോയില്ല. ഒരു പക്ഷേ ഇത് റെക്കോർഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 3-4 പ്രാവശ്യം അല്ലേ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത് കാണണം. ഒരു ടേക്ക് എടുത്തു കഴിഞ്ഞാൽ പറയും ഇനി ഒരു ടേക്ക് സാർ, 1 more ടേക്ക് എന്ന് പറയാറുണ്ട് സ്വാഭാവികമായിട്ട് പണ്ട്. കാരണം ഇത് എത്ര നന്നായിട്ട് വന്നാലും ഈ ഫസ്റ്റ് ടേക്ക് ചിലപ്പം അവർ പ്രിസർവ് ചെയ്യും. എന്നിട്ടൊരു 2-3 ടേക്ക് എടുത്തിട്ട് ചിലപ്പോൾ ഫസ്റ്റ് ടേക്ക് തന്നെ ആയിരിക്കും അവർ വീണ്ടും അത് ഓക്കെ എന്ന് പറയുന്നത്. എങ്കിലും ഒരൊറ്റ ടേക്കിൽ ആരും ഓക്കെ പാക്കപ്പ് എന്ന് പറയാറില്ല സംഗീതത്തിൻ്റെ കാര്യത്തിൽ. അത് ഇപ്പം അങ്ങനെ പറയേണ്ടി വന്നിരിക്കുന്നു, ഓക്കെ പാക്കപ്പ്. കാരണം കൃത്യമായിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. കാരണം ഒരുപക്ഷെ നീ സ്റ്റേജിൽ പെർഫോം ചെയ്ത ഒരുപാട് പാട്ടുകളുണ്ട്, എങ്കിലും ഇത്രത്തോളം ഒരു നൂല് പിടിച്ച പോലെ പാടിയ ഏതാനും 1-2-3 പാട്ടിലൊരു പാട്ടാണിത്. അതിലും എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഒന്നാമൻ എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകുമ്പോൾ നന്നായിരിക്കും. ശ്രീകുടി ചേട്ടൻ നേരത്തെ പറഞ്ഞു പണ്ടൊക്കെ 2-3 ടേക്ക്, അത് 3 അല്ല ചില പാട്ടിൽ കുറേ ടേക്സും പോകും. അത് ഇപ്പൊ തബല നമ്മുടെ ഞാൻ നേരത്തെ പറയാനുണ്ട് ബാലേട്ടൻ, ഞാൻ അങ്ങനെ കുറ്റം പറയല്ല, ജോൺസണിന്റെ സ്ഥിരമായിട്ട് വായിക്കുന്ന ബാലൻ ഉണ്ടല്ലോ മദ്രാസ്, അദ്ദേഹം ഇന്നില്ല, ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ലാസ്റ്റിൽ ഒരു മുത്തായിപ്പ് വയ്ക്കും, അത് മിക്കവാറും തെറ്റും. അതിനുവേണ്ടി ഫുൾ അത് അവിടെ എന്തെങ്കിലും ഒരു ക്ലാഷ് വരും. ആ ക്ലാഷ് വരുമ്പോൾ ഉടനെ ജോൺസണിന് ഒന്നുമില്ല, കണ്ണടച്ചുകൊണ്ട് ക്രൂരമായിട്ട് പറയും ടേക്ക് നമ്പർ 2 എന്ന് പറയും. ഉണ്ടായിരിക്കും. അപ്പം ഞാനൊക്കെ ആയിരിക്കും അയ്യോ ജോൺസേട്ടാ എൻ്റെ പാട്ട് മാത്രം വെച്ചിട്ട് അത് മാത്രം എടുക്കാൻ പറ്റൂ എന്ന് ആലോചിച്ചൊരു സമയമുണ്ട്. ഇന്ന് അതല്ല, അതിൻ്റെ അപ്പുറത്ത് കൊടുക്കാം. അതെ അതെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രമാത്രം ടേക്സ് പണ്ടത്തെ കാലം എടുത്തിട്ടുണ്ട്. അതും ഈ എടുത്തിരിക്കുന്നതെല്ലാം പാടി ഫൗണ്ടേഷൻ ഉറച്ച് നല്ല ബേസ് സ്ട്രോങ് ആയിരിക്കുന്ന സിംഗേഴ്സിനെ വെച്ചിട്ടാണ്. മോന്റെ 11ാമത്തെ വയസ്സിൽ ഒറ്റ ടേക്കിൽ നല്ല പുഷ്പം പോലെ പാടിയില്ലേ. അപ്പൊ അങ്ങനെ പാടിയ ബെവനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബെവനെ കുറിച്ച് ഓരോ റൗണ്ടിൽ വരുമ്പോ എക്സ്പെക്ടേഷൻസ് കൂടി വരിക, അത്യാഗ്രഹം വരുന്നു. ബെവൻ എന്താ ചെയ്യാ? മോന്റെ കാര്യത്തിൽ അത്യാഗ്രഹം വെച്ച കുഴപ്പമുണ്ടോ? കുറച്ച് അത്യാഗ്രഹം ഞാൻ വെച്ചോട്ടെ? അത് മതി, ഞാൻ വെച്ചിരിക്കുന്നു. ഓക്കെ, സൂപ്പർ. ബെവൻകുട്ടാ നമോ വാഗം. അടിച്ചു പൊളിച്ചു കേട്ടോ, ഉഗ്രനായിട്ട് പാടി. ഇതുവരെ പാടിയതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയത് ഇത് തന്നെയാണ്. കാരണം ഒരു സ്ഥലത്ത് പോലും ശ്രുതി പോവാതെ, ഒരു സ്ഥലത്ത് പോലും സ്ലിപ്പാകാതെ, ഇവരൊക്കെ പറഞ്ഞ പോലെ ഫസ്റ്റ് ടേക്ക് ഓക്കെ, അത് ഒരു ഭാഗ്യം കൂടി എന്ന് പറയാൻ വേണമെങ്കിൽ. എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള എത്ര വലിയ ഗായകരാണെങ്കിലും ചിലപ്പോൾ തീർച്ചയായിട്ടും എവിടെയെങ്കിലും ഒക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു വേർഡാണ്. അതെ അതെ അതെ. എന്തൊക്കെ ചെയ്താലും ശരി എവിടെയെങ്കിലും എന്ന് പറഞ്ഞ മധു ഇപ്പൊ പറഞ്ഞൊരു കാര്യം വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പൊ അങ്ങനെയൊക്കെ ഒരു അത് ഒത്തു വന്നു ശരിക്കും ഇപ്പൊ പാടിയതിൽ കേട്ടോ. അതെന്തായാലും വളരെ വലിയൊരു കാര്യമാണ്. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പ്രതീക്ഷ കൂടുകയാണ്. ഇനിയിപ്പോ ഇതിനെ കടത്തി വെട്ടുന്ന പാട്ടും കൊണ്ടേ ഇനി വരാൻ പറ്റുള്ളൂ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഫൈനലിൽ ഏത് പാട്ട് പാടും, എങ്ങനെയായിരിക്കും പാടുക, അത് ഞങ്ങളിങ്ങനെ ആലോചിക്കുക. ഫൈനലില് ബെവൻ പാടുന്ന പാട്ട് കായലരികത്ത് മലയേറി സ്റ്റോക്കെല്ലാം തീർന്നിട്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കണം കേട്ടോ ഫൈനലിൽ പാടാനായിട്ട്. എന്തായാലും അത് ഉണ്ടാവുമെന്ന് അറിയാം നന്നായി. ഞങ്ങൾ ചുമ്മാ തമാശ പറയണതാ. ഓക്കെ, എന്തായാലും ഓൾ ദ ബെസ്റ്റ് മോനെ. കലക്കി മോനോ ഓടി വാ. എന്നെ ചടങ്ങ് എങ്ങനെയെന്ന് വെച്ചാൽ അത് വാങ്ങിച്ച് ഇവിടെ സമർപ്പിച്ചിട്ട് പോണം. ചില അമ്പലത്തിലൊക്കെ കണ്ടിട്ടില്ലേ, പള്ളിയിലൊക്കെ. മോനെ ഇതല്ലാതെ എനിക്ക് കൊടുക്കാൻ വേറെ പറയാനൊന്നും വാക്കുകളില്ല കൂട്ടാ. നന്നായി.
ഇവിടെ സമർപ്പിക്കണം. അവന് എന്നിട്ട് ഇത് സമർപ്പിക്കാൻ മനസ്സ് ഇവിടെ വരുന്നില്ല. സമർപ്പിക്കും. ബെബൻ എന്തായാലും ഇവിടെ വരെ വന്നല്ലേ ഞങ്ങളുടെ ബാക്കി അങ്ങോട്ട് ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി വെക്കേണ്ടി വരുമോ? വലിയ സംശയം വെച്ചിട്ട് ഇനി എം ജി അങ്കിൾ എടുത്തിട്ട് ആ പൊക്കോ ഞാൻ ലക്ഷ്മിയുടെ അടുത്ത് കൊടുത്തു വിട്ടേക്കാം എന്തായാലും അതൊക്കെ പോട്ടെ മോനെ. നമുക്ക് നമ്മുടെ മാർക്കിൽ കയറാം. നിനക്ക് തന്നെ അറിയാം, ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ 10 out of 10. താങ്ക് യു സാർ. ബെവന് ഞാൻ എത്ര തരണമെന്ന് ഇന്ന് സീമ ആന്റി പറയും. 10. തന്നോ? താങ്ക് യു സാർ. എന്നാ പിന്നെ എന്റെയും കൂടി അങ്ങ് പറഞ്ഞേക്ക് സീമ ചേച്ചി. 10. താങ്ക് യു സാർ. Devan, സാർ you got 30 out of 30. താങ്ക് യു സാർ. Wow. ഇപ്പൊ ഈ കുട്ടികളൊക്കെ പാടേണ്ട മാക്സിമം പാടി, കൊടുക്കേണ്ട മാക്സിമം നമ്മളും കൊടുത്തു. അതെ അതെ. ഇവരിനിയിപ്പോ ഒരു ബൂം കാണിക്കണം എന്നും അത് പറഞ്ഞു. ഇത് നമ്മൾ എന്ത് ബൂം കാണിക്കും? 10 അതാണ് ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട്. ഇനി വെറൈറ്റി എന്ന് പറയുന്ന 10 ഞാൻ 12 കൊടുക്കുന്നു. അതെ, അതെ, അതെ. മധു ഞാൻ 15 കൊടുക്കുന്നു. അങ്ങനെയൊക്കെ വേണ്ടി വരും. അങ്ങനത്തെ മാർക്കൊക്കെ കൊണ്ടുവരേണ്ടി വരും. അല്ലാതെ ഇനി വേറെ വെറൈറ്റി മാർക്കിലും ഇല്ല, ക്രൗണിലും ഇല്ല. എന്തായാലും ബെവൻ പിടിച്ചോ, വീണ്ടും ഒരു ഗോൾഡൻ താങ്ക് യു സാർ. ആദ്യ ഒരു എക്സലൻസ് പൂക്കുറ്റി. Congratulations, you are awarded a golden crown. താങ്ക് യു സാർ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു. ഇനി വോട്ടിങ്ങിനുള്ള സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രീഡും നൽകുക. കുഞ്ഞു തേൻമൊഴികളുടെ വാത്സല്യ വിരുന്നിലേക്ക് എത്തുന്നു പാലക്കാട് നിന്നും വന്ദിത കുട്ടി. വെൽക്കം വന്ദിത. ഹലോ വന്ദിത. ഹലോ. ദാ. തരാം. വന്ദിത ഇതാ വന്ദിത. വന്ദിത ഇതാ വന്നിത, വന്ദിത ഇതാ വന്നിത, പാട്ടുകൾ പാടുന്നീതാ. ഞാൻ ബിച്ചോട്ടനാണോ അതോ കൈതപ്രമാണോ? വെരി സോറി. ഏത് പാട്ടാ നമ്മളെ പാടുന്നത്? കനകപ്രതീക്ഷത്തൻ കണിമലർ താഴത്തിൽ. ഏത് സിനിമ? ആരെഴുതി? ഓർത്ത് വെച്ചതാണ്. ഞാൻ മറന്നുപോയി. ആര് സംഗീതം ചെയ്തു? അല്ല എല്ലാം മറന്നുപോയി. മൊത്തത്തില് ഇത് എന്ത് റൗണ്ട് അപ്പൊ വന്നിരിക്കുന്നത്? ഇതെവിടാ സ്ഥലം? ഇത് സംഗീതം ചെയ്തത് ബാബുരാജ മാസ്റ്റർ. അല്ല ഇതെവിടാ സ്ഥലം എന്നറിയോ? മോളുടെ പേരെന്താ? ചോദിച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ്. അതെ, ഇത് എവിടാ സ്ഥലം? നാടെവിടെ? മോളുടെ വീട് എവിടെ? ഇത് ടോപ്പ് സിംഗറിന്റെ പേര് അറിയാമല്ലേ? ഓർമ്മ വന്നോ? ഇല്ല. ഇല്ല. മ്യൂസിക് ഡയറക്ടർ ഓർമ്മ വന്നപ്പോ ലിറിക്സ് റൈറ്ററിന്റെ ഓർമ്മ വന്നില്ല അല്ലേ? ശരി സാറല്ല, മോളെല്ലാം മറന്നുപോയി. അല്ലെങ്കിൽ അത് പഠിച്ചില്ല അല്ലേ? തമിഴിൽ നമ്മൾ അനിയെന്ന് വിളിക്കും. അത് മലയാളത്തിൽ പറഞ്ഞ അനിയൻ. തമിഴിൽ എന്താ പറയാ? ഇളയ. ഇളയരാജ സാർ. അല്ല, എഴുതിയതോ? ശരിയാണല്ലോ. ഓക്കെ. തമിഴിൽ ശ്രീകുമാരൻ തമ്പി സാർ. തമ്പി അനിയൻ. ശരി, ഇനിയിപ്പോ അധികം ടെൻഷനൊന്നും വേണ്ട. വളച്ചു തിരിച്ചൊന്നുമില്ല, അങ്ങോട്ട് പറഞ്ഞുതരാം. മോള് പാടാൻ പോകുന്ന പാട്ട് കനകപ്രതീക്ഷത്തൻ കണിമലർ താഴത്തിൽ. അതിന്റെ മ്യൂസിക് ഡയറക്ടർ ബാബുരാജ മാസ്റ്റർ. കറക്റ്റ്. അതിന്റെ ലിറിക് റൈറ്റർ ശ്രീകുമാരൻ തമ്പി സാർ. ഇതിപ്പോ എല്ലാം പറയുന്നുണ്ടല്ലോ. അതെന്തോ പറ്റിയതാ. അതെ, പാടിയത് വന്ദിത. നല്ല സ്വഭാവമുള്ളവൾ. സുശീല. അത് കൊള്ളാം. മധുവിന്റെ നല്ല സുശീല. സുശീല. ഇത് ഇറങ്ങിയ വർഷം 1968. കറക്റ്റ്. ശരി, ഇത് പ്രൊഡ്യൂസ് ചെയ്ത് ആരാന്ന് പറഞ്ഞ ചെറിയ ചോദ്യം അത് മതി.
വേണ്ട വേണ്ട, ഇതിന്റെ പ്രൊഡക്ഷൻ ഇതാരാണ്? കൺട്രോളറിന്റെ പേര് ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറുടെ പേര് വളരെ സിമ്പിൾ ആയിട്ടുള്ള വെരി ചോദ്യം. സിമ്പിൾ. ചുമ്മാ പറഞ്ഞ നമ്മളെ പാടിക്കും. ഓക്കെ, ഇതൊക്കെ നമ്മൾ വെറുതെ ഒന്ന് ലൂസ് ആക്കാനുള്ള സംഭവങ്ങൾ. ഇത് ടെൻഷൻ പിടിക്കാനല്ല. അതെ. അല്ല പിന്നെ ആരെങ്കിലും പ്രൊഡക്ഷൻ കൺട്രോളറുടെ പേര് ആരെങ്കിലും ചോദിക്കും. ആരെങ്കിലും ചോദിക്കും. അതൊന്നും ഒന്നും കുഴപ്പമില്ല. വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ മനസ്സിലായല്ലോ. അതിൽ പകുതിയെല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ പറഞ്ഞു, അറിയില്ല എന്ന് പറഞ്ഞാലും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. കനകപ്രതീക്ഷതൻ കണിമലർത്താലത്തിൽ കല്യാണപ്പൂവുമായി നിന്നവളെ, കല്യാണപ്പൂവുമായി നിന്നവളെ. കതിരണിച്ചിറകറ്റു മോഹങ്ങൾ വീണപ്പോൾ കരയാൻ പോലും മറന്നവളെ, കരയാൻ പോലും മറന്നവളെ. വീഥിയുടെ വിൽപ്പനശാലയിൽ നീയൊരു വിളയാട്ട് ബൊമ്മയായി തീർന്നുവല്ലോ. വീഥിയുടെ വിൽപ്പനശാലയിൽ നീയൊരു വിളയാട്ട് ബൊമ്മയായി തീർന്നുവല്ലോ. വിരഹക്കിടാവിന്നു കൊണ്ടു നടക്കുവാൻ വിധി നിന്നെ വിലപേശി വിറ്റുവല്ലോ, വിധി നിന്നെ വിലപേശി വിറ്റുവല്ലോ. കനകപ്രതീക്ഷതൻ കണിമലർത്താലത്തിൽ കല്യാണപ്പൂവുമായി നിന്നവളെ, കല്യാണപ്പൂവുമായി നിന്നവളെ. അമൃതനീർ പൊയ്കതൻ തീരത്ത് നിന്നാലും അതിദാഹം തീരാത്ത വേഴാമ്പൽ നീ. അമൃതനീർ പൊയ്കതൻ തീരത്ത് നിന്നാലും അതിദാഹം തീരാത്ത വേഴാമ്പൽ നീ. എരിയും നിന്നാത്മാവിനതരം നനയ്ക്കുവാൻ ഇനി എന്നാ വർഷാശ്രു വന്നു ചേരും, ഇനി എന്നാ വർഷാശ്രു വന്നു ചേരും. കനകപ്രതീക്ഷതൻ കണിമലർത്താലത്തിൽ കല്യാണപ്പൂവുമായി നിന്നവളെ, കല്യാണപ്പൂവുമായി നിന്നവളെ. കതിരണിച്ചിറകറ്റു മോഹങ്ങൾ വീണപ്പോൾ കരയാൻ പോലും മറന്നവളെ, കരയാൻ പോലും മറന്നവളെ. വന്ദിത, ഓ, കനകപ്രതീക്ഷതൻ കണിമലർ താലത്തിൽ കല്യാണപ്പൂവുമായി നിന്നവളെ. ഇതിലേറ്റവും ഇഷ്ടമുള്ള വരി ഏതാ? മീനൂട്ടിക്ക് ഏതാ ഇഷ്ടമുള്ള വരി? എനിക്ക് രണ്ടാമത്തെ വരി ഇഷ്ടപ്പെട്ടു. കല്യാണപ്പൂവുമായി നിന്നവളെ. 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 അതാണ്. മോക്കോ? അത് എനിക്ക് തന്നെ. അത് തന്നെ. അപ്പൊ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട കല്യാണപ്പൂവുമായി നിന്നവളെ. അപ്പൊ നമുക്ക് ആ വരി ശരിയാക്കിയിട്ട് ഞാൻ ഈ അടുത്ത വരി പറയാം. കനകപ്രതീക്ഷതൻ കണിമലർത്താലത്തിൽ കല്യാണപ്പൂവുമായി നിന്നവളെ. ഇപ്പൊ കല്യാണപ്പൂ ശരിയായി. മീനുട്ടി ശരിയായി. ശരിയായി. പക്ഷെ നേരത്തെ പാടിയപ്പോഴെല്ലാം ഈ കല്യാണപ്പൂവിന്റെ സംഗതി വിറച്ചുപോയി. ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പം അവർക്കും അറിയാം, ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്കും അറിയാം. പിന്നെ ഞങ്ങളൊരു യന്ത്രം നടുക്കിരിക്കുന്നത്, യന്ത്രം അത്രേ ഉള്ളൂ. പാട്ട് നന്നായിട്ട് പാടിയായിരുന്നു കേട്ടോ. പാട്ട് രസമായിട്ട് പാടി. പക്ഷെ ഇങ്ങനത്തെ
ചെറിയ ചെറിയ ചെപ്പിടി വിദ്യകളും കൂടെ അങ്ങോട്ട് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ വന്ധ്യത ആരാ പിന്നെ? പിന്നെ ആരാ? ആരാ പണി കിട്ടി. തീർന്നടാ, നീ തീർന്നു. എന്തായാലും കുഴപ്പമില്ല, നല്ല സെലക്ഷൻ, തിരക്കില്ലാതെ പാടി. ഓൾ ദി താങ്ക് യു സർ. പ്രധാനമായിട്ട് മോളുടെ അടുത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം, മോൾക്ക് ഈ പാടുന്ന സമയത്ത് തെറ്റ് പറ്റില്ലേ? ആ തെറ്റ് പറ്റുമ്പോൾ ഉടനെ മോളുടെ മനസ്സിലോടുന്ന ചിന്ത എന്താ? തെറ്റിപ്പോയല്ലോ എന്ന് വിചാരിക്കാറുണ്ട്. ആ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മോൾക്ക് തെറ്റ് പറ്റുമ്പോൾ ഉടനെ ഫസ്റ്റ് നോക്കുന്നത് ജഡ്ജസിന്റെ മുഖത്താണ്. അതായത് പറ്റിപ്പോയി, ഇനിയിപ്പോൾ അവിടെ ഇങ്ങനൊരു കാഴ്ച മാർക്ക് ചെയ്യുന്നുണ്ടോ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അത് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇത് കാണുമ്പോഴുള്ളൊരവസ്ഥ എന്താന്ന് വെച്ചാൽ, ആ പറ്റിയതിന്റെ മുകളിൽ അയ്യോടാന്നുമായി പിന്നെ വരാൻ പോകുന്ന 3-4 ലൈൻ അടുപ്പിച്ച് ഇതിന്റെ എഫക്റ്റ് ആയിട്ട് ആ പതർച്ചയില് അതെല്ലാം ബാധിക്കും. ഇതിപ്പോ ഇവിടെ എന്താ പറ്റുന്ന വെച്ചാൽ, ഈ കല്യാണ എന്നുള്ള ലൈൻ തുടക്കം തൊട്ട് മോൾക്ക് ആ ഒരു സംഗതി എല്ലായിടത്തും സ്ലിപ്പായി. അപ്പൊ ഞാൻ മനസ്സിലോർത്തത്, ഈ ലൈൻ ഇത്രയും ശരിയാവാതെ, അതായത് എല്ലായിടത്തും പോയിട്ടുണ്ട് ആ ലൈൻ പാടിയപ്പം, പിന്നെ എന്തിനാണ് ഈ പാട്ട് എടുത്തത് എന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞ് മോളെ പാടിപ്പിച്ചപ്പം ഒറ്റ പ്രാവശ്യം പെർഫെക്റ്റ് ആയിട്ടാണ് മോള് പാടിയത്. അപ്പോൾ എന്താണ് പ്രശ്നം? വിച്ച് മീൻസ് മോളുടെ പ്രാക്ടീസിന്റെ സമയത്ത് മോള് പെർഫെക്റ്റ് ആയിട്ടാണ് പാടിയത്. തെറ്റ് പാടിയിട്ടുണ്ടെങ്കിൽ ഗ്രൂമേഴ്സ് മോൾ ഇവിടം വരെ എത്തിക്കില്ലല്ലോ. അവര് കേൾക്കുമ്പോൾ മോൾ പെർഫെക്റ്റ് ആയിട്ടാണ് പാടിയത്. ടെക്നിക്കലി ആവുമ്പം ലയം എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നില്ല. ലയം വരണമെങ്കിൽ അതിങ്ങനെ ആസ്വദിച്ച് മനസ്സിൽ നിന്നും ആ പഠിച്ച ടെക്നിക്കാലിറ്റീസും തമ്മിൽ ബ്ലെൻഡായി വരുമ്പോഴാണ് ലയം വരുന്നത്. മോളുടെ അതിൽ വളരെ ടെക്നിക്കലായിട്ട് പഠിച്ച നോട്ടുകളെല്ലാം കറക്റ്റ് ആണോ എന്ന് മോളുടെ എക്സ്ട്രാ ശ്രദ്ധയുണ്ട്. പക്ഷെ ലയം ഒട്ടും കിട്ടുന്നില്ല. ഈ ലയം കിട്ടാത്തത് മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്നുണ്ട്. മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കുമ്പം പാട്ടിന്റെ മുകളിൽ ആസ്വദിച്ചിട്ടുള്ള ലയം കിട്ടില്ല. അതുകൊണ്ട് മോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തൽക്കാലത്തേക്ക് പാടുന്ന സമയത്ത് ഒരു തെറ്റ് പറ്റിയെന്ന് വെച്ചോ, ഉടനെ ടോപ്പ് ബാൻഡിന് നോക്കുക. അവർ നോക്കുമ്പോൾ അവരെല്ലാം അവരവരുടെ ജോലി ചെയ്ത് ഇരിക്കുകയാണ്. അപ്പോൾ അവര് ഓക്യുപ്പൈഡ് ആയതുകൊണ്ട് മോളുടെ തെറ്റിന്റെ മുകളിൽ അവർ പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് നോക്കി മൈൻഡ് ഒന്ന് സെറ്റായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ച് സ്മൈൽ ചെയ്ത് ജഡ്ജസിന് നോക്കിക്കോ, കേട്ടോ? അതുകൊണ്ട് ടെൻഷൻ ഒന്നും വേണ്ട. പ്രോമിസ്? പ്രോമിസ്. ഓക്കെ, നന്നായിരുന്നു മോളെ, നല്ല സെലക്ഷനാണ്. മോൾക്ക് പറ്റിയ റേഞ്ചിലുള്ള പാട്ടാണ് മോൾ സെലക്ട് ചെയ്തത്. താങ്ക് യു പക്ഷെ അതിൽ കുറച്ച് പെർഫെക്ഷൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി കേൾക്കാൻ നല്ല സുഖം ഉണ്ടായേനെ, താങ്ക് യു കേട്ടോ? സർ. ചില ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പാടി. പിന്നെ എനിക്ക് തോന്നിയത് കുറച്ച് ആ കല്യാണ പൂവുമായി അതിപ്പോൾ ഇവർ സൂചിപ്പിച്ചു, അത് എല്ലായിടത്തും സ്ലിപ്പായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വർഷാശ്രു വന്നു ചേരും എന്നുള്ളിടത്ത് കട്ടായി. വർഷാശ്രു വന്നു ചേരും ഒരുമിച്ച് പാടണം അവിടെ. ശ്വാസം കിട്ടാതെ ഇടയ്ക്ക് ശ്വാസം വലിച്ചപ്പോൾ അതിൻ്റെ ആ ഭംഗി അങ്ങ് പോവും, കേട്ടോ? ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. മോൾക്ക് എന്തായാലും ആ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത് കറക്റ്റ് റേഞ്ചിലുള്ള പാട്ടാണ്. അത് ഞാൻ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യാണ്, കേട്ടോ? അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം, ഈ കുറച്ച് കാര്യങ്ങൾ. ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വേറൊരു പാട്ടാണ്. സ്വപ്നങ്ങളാൽ പ്രേമസ്വർഗങ്ങൾ തീർക്കുന്ന ശില്പിയാണീ മോഹനവയൗവനം. സ്വപ്നങ്ങളാൽ പ്രേമസ്വർഗങ്ങൾ തീർക്കുന്ന ശില്പിയാണീ മോഹനവയൗവനം. നീലമലർമിഴി തൂലിക കൊണ്ടെത്ര നിർമ്മല മന്ത്രങ്ങൾ നീ എഴുതി. ഓ ഓ മറക്കുകയില്ല ഈ ഗാനം നമ്മൾ മറക്കുകയില്ല. പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ. പാടാത്ത മാനസ വീണയും പാടും, പാടാത്ത വീണയും പാടും. ഇതാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്, കേട്ടോ? ഓൾ ദി ബെസ്റ്റ് മോളെ. വന്ദിത കുട്ടി, എന്തായാലും നന്നായിരുന്നു മോളെ. ഓക്കെ, എന്തായാലും നന്നായി. ഇവരൊക്കെ പറയുന്നത് അങ്ങ് കേട്ടാ മതി, കേട്ടോ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. സോ വന്ദിത കുട്ടി,
ഓ മോക്ക് തരുന്ന മാർക്ക് 7.25 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. ഇത് തന്നെ 7.25. താങ്ക് യു സർ. ഞാനും മോൾക്ക് 7.25 ആണ് തരുന്നത്. താങ്ക് യു സർ. So you got 21.75 out of 30. താങ്ക് യു സർ. 21.75 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് പുഷ് ചെയ്ത അടുത്തതിലേക്ക് എത്തിക്കാനുള്ളതേ ഉള്ളൂ അല്ലേ? ഡോണ്ട് വറി. ഇപ്പം യു ഗെറ്റ് A triple wow. താങ്ക് യു സർ. അടിയൊരു കല്യാണ പുപ്പുക്കുറ്റി. Congratulations, you are awarded a triple wow. 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 And wow. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു. ഇനി വോട്ടിങ്ങിനുള്ള സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സെറ്റിന്റെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. അപ്പോൾ ജഡ്ജസ്, ഇനി നമ്മുടെ ഫ്ലോറിൽ വരാൻ പോകുന്നത് ഒരു ഗസ്റ്റാണ്. ഗസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടോപ്പ് സിംഗറിൻ്റെ വലിയൊരു ഫാനാണ്. ഫാനെന്ന് മാത്രമല്ല, ടോപ്പ് സിംഗർ ലൈഫിൽ ഒരുപാട് ആശ്വാസം തരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ഒരുപാട് വട്ടം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് മീനുട്ടി ഇതുപോലെ ലോകമെമ്പാടുമുള്ള ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്. അവർക്ക് ഈ ടോപ്പ് സിംഗറാണ് അവരുടെ ഒരു ആഹാരം, അതായത് ഒരു ഇഷ്ട ഭക്ഷണം എന്ന് പറഞ്ഞ ടോപ്പ് സിംഗറാണ്. ചിലർ വിളിക്കാറുണ്ട്, അതായത് ഡയറക്ടേഴ്സ്. അവർ വെളുപ്പിന് 3 മണിക്കാണ് ഉറങ്ങുന്നത്. കാരണം വർക്ക് കഴിഞ്ഞ് വന്നിട്ട് രാത്രി കണ്ടിട്ട് അവർ ഒത്തിരി ആരാധകരുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ആരാധികയായിരിക്കാം ഇത്. അതെ, സുജാത ആന്റിയാണ്. അപ്പൊ ആന്റി ഇവിടെ വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആളാണ്. അപ്പൊ ഇപ്പൊ വിളിക്കുകയാണ്. നമസ്കാരം, ഞാൻ MG ശിവകുമാർ. ഞാൻ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നി നിങ്ങളെല്ലാരും കണ്ടതിൽ എനിക്ക് വലിയ സന്തോഷം. 3 ആഗ്രഹിക്കുന്നതാ ഇവിടെ എത്തിപ്പെടുന്നുള്ളത്. 3 വർഷമായിട്ടുള്ള ആഗ്രഹം ഇന്നാണ് സത്യമായി വരുന്നത്. താങ്ക് യു സോ മച്ച്. എന്തിനാ കരയുന്നേ? സന്തോഷം കേട്ടോ മാഡം. മാഡത്തിന് കണ്ട സന്തോഷം കൊഴിഞ്ഞു പോയതാണല്ലോ. 6 വർഷമായിട്ട് കിടന്ന് കിടപ്പില്ല. എൻ്റെ ഏക ആശ്രയം ടോപ്പ് സിംഗർ. അതാണ് ഞാൻ കാണുന്ന ഓരോ. അത് രാത്രി 9:30 മണി വരെ ഇരുന്ന് കാണും. ഇപ്പൊ ഇനി അത് പിറ്റേ ദിവസം പകലും കൂടെ നിങ്ങളൊന്ന് ടെലികാസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് എനിക്ക് എൻ്റെ മനസ്സിൽ. പിന്നെ നമ്മളെ ദാസാറിന്റെ 81ാമത്തെ ജന്മദിന വാർഷികം അത് കണ്ടു. അതിൽ ഞാൻ പറഞ്ഞല്ലോ സാറിൻ്റെ അടുക്ക് അമ്പലപ്പുഴ പായസവും നമ്മളെ കോഴിക്കോടിന് ഹലുവയും കഴിച്ച പ്രതീതിയായിരുന്നു എനിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോൾ. പിന്നെ നമ്മളെ പിള്ളേരുടെ പരിപാടികളെല്ലാം കണ്ട് സംതൃപ്തി അടയുന്ന ഒരാളാണ് മാഡം. സാറുമാരെ, ഞാൻ എൻ്റെ ഈ അവസ്ഥ എനിക്ക് ഒരു വഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ കിടക്കുന്നത്. എവിടെയാ നാട്? കോഴിക്കോട്. ഇപ്പൊ കോഴിക്കോട് നിന്ന് വരികയാണോ? അതെ, കോഴിക്കോട് നിന്ന് വരികയാണ്. വളരെ നന്ദിയുണ്ട്. മരിക്കുന്നതിന് മുമ്പെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം. ഒരു പാട്ടുണ്ടല്ലോ നമ്മളെ, മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ ചിറകടിച്ചൻ കൂട് തകരും നേരം ദാഹജലം തരുമോ, ജീവജലം തരുമോ? ആ ഒരു ജീവജലം നിങ്ങളെല്ലാവരും കൂടെ എനിക്ക് പകർന്നു തരണം. ചേച്ചി ഇവിടെ വന്നു, ടോപ്പ് സിംഗറിന്റെ ഫ്ലോറിൽ വന്നു, ഇത്രയും വലിയ റിസ്ക് എടുത്ത് സുഖമില്ലാത്ത അവസ്ഥയിൽ വന്നു. നമ്മളിപ്പോ ഈ മരണപ്പാട്ടൊക്കെ വിട്. ഇപ്പൊ നമ്മളിവിടെ വന്നതിന്റെ സന്തോഷം നമുക്ക് ആഘോഷിക്കാം. ചേച്ചിക്ക് ബാബുക്കയുടെ പാട്ടല്ലേ ഇഷ്ടം? ചേച്ചി പെർഫെക്റ്റ് ടൈമിലെത്തിയത്. ഇപ്പൊ ബാബുക്കയുടെ റൗണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചേച്ചിക്ക് വേണ്ടി ഇവരെല്ലാവരും തുടങ്ങിത്തരും. ഏത് പാട്ടാണ് ഇഷ്ടം ചേച്ചിക്ക്? സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ. നമുക്കിപ്പൊ ആ പാട്ട് അടിച്ചു പൊളിക്കാം. ചേച്ചി കൂടെ പാടിക്കോ. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ. സൂര്യ
സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ പ്രേമ പൂജാ പുഷ്പവുമായി നീ തേടുവതാരേ ആരേ തേടുവതാരേ ആരേ. ഈ ടോപ് സിംഗർ പെട്ടെന്നൊന്നും നിർത്തരുതേ സാറേ. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇതാണ് സാറേ ഏക ആശ്രയം, വേറെ ഒരു ആശ്രയവും ഇല്ല. പിന്നെന്ന് പറഞ്ഞ് ഉദയഭാനു സാറിൻ്റെ ഒരു പാട്ടില്ലല്ലോ, പെണ്ണായി പിറന്നെങ്കിൽ മണ്ണായി തീരുവോളം കണ്ണീരു കുടിക്കാനോ ദിനവും കണ്ണീരു കുടിക്കാനോ. പെണ്ണായി പിറന്നെങ്കിൽ മണ്ണായി തീരുവോളം കണ്ണീരു കുടിക്കാനോ ദിനവും കണ്ണീരു കുടിക്കാനോ. മുന്നിലോ മരുഭൂമി പിന്നിലോ പെരും വഴി എങ്ങോട്ടാണിനി യാത്ര അമ്മേ എങ്ങോട്ടാണിനി യാത്ര. പെണ്ണായി പിറന്നെങ്കിൽ മണ്ണായി തീരുവോളം കണ്ണീര് കുടിക്കാനോ. ഇല്ല അമ്മ, അങ്ങനെ ഒരിക്കലും മനസ്സിൽ ഒരു ദുഃഖത്തിന്റെ ചായ ഒരിക്കലും കൊണ്ടുവരണ്ട. പെണ്ണ് തന്നെയാണ്. പെണ്ണാണ് ഏറ്റവും വലിയ ശക്തി. നമ്മുടെ ഭൂമിയിൽ അമ്മ എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലുത്. അമ്മയുടെ ശക്തി വേറെ ആർക്കും ഇല്ല. പെണ്ണില്ലെങ്കിൽ പുരുഷനില്ല. അത് മനസ്സിലാക്കിയിട്ട് അമ്മ എപ്പോഴും സന്തോഷമായിട്ട് മുമ്പോട്ട് പോകണം. കാരണം നമ്മുടെ കുട്ടികളുടെ പാട്ടൊക്കെ കേൾക്കാറില്ലേ? കേൾക്കാറുണ്ട്. അങ്ങനെ കുട്ടീൻ്റെ മിയക്കുട്ടിയുടെ ദിയക്കുട്ടിയുടെ ദേവനാസിക്കയുടെ എല്ലാവരുടെ 4 കുട്ടിപ്പൊട്ടാളുകളുടെ പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നത് നമ്മളെയൊക്കെ കാണുന്നതും നമുക്ക് ചേച്ചിയെ കാണാൻ പറ്റിയതും ലോകമെമ്പാടുള്ള ആൾക്കാർ ചേച്ചിയെ കണ്ടതും ചേച്ചിയുടെ പാട്ട് കേട്ടതും പിന്നെ നമ്മുടെ മീനുകുട്ടീനെ കണ്ടിട്ട് എന്ത് തോന്നി? മീനുകുട്ടീനെ കണ്ട് ഒരു അപേക്ഷ, മീനുകുട്ടീന്റെ ഹെയർ സ്റ്റൈല് നിങ്ങളാരും കൊണ്ടയാക്കരുതേ. ബെസ്റ്റ് ഹെയർ സ്റ്റൈലിസ്റ്റിന്റെ അടുത്ത് പ്രത്യേകിച്ച് പറയുന്നതായിരിക്കും മീനുകുട്ടിയുടെ തല കൊണ്ട കെട്ടരുത്. കൊണ്ട കെട്ടരുത് ഞാൻ പറയാം. ചേച്ചി വന്നതിൽ വളരെ സന്തോഷം. അപ്പൊ എന്തായാലും സന്തോഷമായല്ലോ. സന്തോഷമായി സാറേ. ഓക്കെ, താങ്ക് യു. അപ്പൊ മീനുകുട്ടി കുഞ്ഞു പാട്ടിന്റെ കുരുന്നു മധുരം പകരാൻ കൊല്ലത്തു നിന്നും ദിയക്കുട്ടി. വെൽക്കം ദിയക്കുട്ടി. അയ്യോ സാറേ, ഇത് നല്ല രസമുണ്ടല്ലോ. ദിയക്കുട്ടി സുഖമായിരിക്കുന്നോ? എന്തിനാ ചിരിക്കുന്നു വെറുതെ? എന്തിനാ വെറുതെ ചിരിക്കുമ്പോ എനിക്കും ചിരി വരും. ഏത് പാട്ടാ പാടുന്നത്? ഉമ്മക്കും പാപ്പയ്ക്കും. ഉമ്മയ്ക്കും പാപ്പയ്ക്കും എന്ത് പറ്റി? ഉമ്മക്കും പാപ്പയ്ക്കും ഉമ്മ. ഉമ്മ കൊടുത്തോ? ഏത് സിനിമയിലെയാ? ഓ, കുട്ടിക്കുപ്പായം. കുട്ടിക്കുപ്പായത്തില് ആരാ ഇത് എഴുതിയത്? ഞാനും ചിരിക്കാൻ തുടങ്ങി. ഭാസ്കരൻ മാസ്റ്റർ. ആര് മ്യൂസിക് ചെയ്ത്? ബാബുരാജ. ആര് പാടിയത്? ഓ, എല്ലാരും ശരി. ഇനി ഞാൻ എന്തോ ചെയ്യാ? ചേച്ചി എന്നെ രക്ഷിക്കണേ. അയ്യോ, ഇത് എന്നെ കൂടെ രക്ഷിക്കണം. മോള് പാടിക്കൊള്ളു മോളെ. മോള് പാടി തകർക്കുക. പാട്ട് പഠിച്ചോ? ശരിക്കും പഠിച്ചോ? നന്നായിട്ട് പഠിച്ചോ? ലിറിക്സ് സിമ്പിളുള്ള പാട്ടാ. അപ്പൊ പിന്നെ ആർക്കും പാടാ അല്ലേ? ഓക്കെ, ഡോണ്ട് വറി. ഇവളുടെ ഒരു പ്രത്യേകത, ഇവൾക്ക് അറിയില്ലെങ്കിൽ ഇവൾക്ക് അറിയില്ല എന്ന് തന്നെ പറയും. അതായത് നമ്മുടെ ഒരു ഈവന്റ് നടന്നൊരു ദിവസം ഉണ്ടായിരുന്നു. ഇവളും വേറെ 3 കുട്ടികളും ഉണ്ട്. വേറെ കുട്ടി പറഞ്ഞു എനിക്ക് ചരണം അറിഞ്ഞൂടാ. അപ്പൊ ഇവള് ഉടനെ എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. ഞാൻ കണ്ടു അത്. അപ്പൊ ശരി, ഇന്ന് അടിച്ചു പൊളിച്ച് പാടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. 1 2 1 2 3 2 2 3. ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ആയിരം ഉമ്മയും കൊണ്ടിങ്ങ വരുമല്ലോ. ഉല്ലാസ കൈത്തീരെ കത്തിച്ചു വയ്ക്കുവാൻ ഉണ്ണി കീഴാവുന്നു വരുമല്ലോ. ഉമ്മ
ബാപ്പയ്ക്കും ആയിരമായിരം ഉമ്മയും കൊണ്ടിങ്ങ് വരുമല്ലോ. ഉല്ലാസ കൈത്തിരി കത്തിച്ചു വയ്ക്കുവാൻ ഉണ്ണിക്കിടാവൊന്നു വരുമല്ലോ. ഉപ്പായെപ്പോലുള്ള മൊഞ്ചാണ് അവനെപ്പോഴും വിരിവുള്ള നെഞ്ചാണ്. ഉപ്പായെപ്പോലുള്ള മൊഞ്ചാണ് അവനെപ്പോഴും വിരിവുള്ള നെഞ്ചാണ്. ഇപ്പോഴേ കാണുന്നു കരളിൻ്റെ കണ്ണില കൽപ്പകക്കനിയൊത്ത രൂപം ഞാൻ. ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ആയിരമായിരം ഉമ്മയും കൊണ്ടിങ്ങ് വരുമല്ലോ. ഉല്ലാസ കൈത്തിരി കത്തിച്ചു വയ്ക്കുവാൻ ഉണ്ണിക്കിടാവൊന്നു വരുമല്ലോ. ഉമ്മതന്നുദരത്തിൽ വളർന്നിട്ടൊരു നാള് ഉണരാൻ കിടക്കുന്ന കനിയാണ്. കൊതിയോടിരിക്കുന്ന ബാപ്പാക്ക് ഞാനിനി കൊടുക്കാൻ കരുതുന്ന നിധിയാണ്. മോഹിച്ചിരുന്നതു കിട്ടിയെന്നുള്ളൊരു മോദത്തിലെല്ലാരും കഴിഞ്ഞിടും. ഇനി മോദത്തിലെല്ലാരും കഴിഞ്ഞിടും. പാപ്പാടെ മോനിന്ന് ലോകം പുകഴ്ത്തുമ്പോൾ പാപ്പാക്ക് കൽബ് തെളിഞ്ഞിടും. പാപ്പാക്ക് കൽബ് തെളിഞ്ഞിടും. ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ആയിരമായിരം ഉമ്മയും കൊണ്ടിങ്ങ് വരുമല്ലോ. ഉല്ലാസ കൈത്തിരി കത്തിച്ചു വയ്ക്കുവാൻ ഉണ്ണിക്കിടാവൊന്നു വരുമല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ആയിരമായിരം ഉമ്മയും കൊണ്ടിങ്ങ് വരുമല്ലോ. ഉല്ലാസ കൈത്തിരി കത്തിച്ചു വയ്ക്കുവാൻ ഉണ്ണിക്കിടാവൊന്നു വരുമല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. ദിയക്കുട്ടി എങ്ങനെ പാടി? മറക്കാതെ പാടി. മറക്കാതെ പാടി, അതാണ് അവളുടെ ഏറ്റവും വലിയ ക്രെഡിറ്റ്. ഉറക്കത്തിൽ വിളിച്ച് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് അയ്യോ മറന്നുപോയി എന്ന് പറയും. ഇന്ന് മറക്കാതെ പാടിയതിന് ഞാൻ വലിയ കൈ. താങ്ക് യു. മാത്രമല്ല ഒരു ഒന്ന് രണ്ട് സംഗതികളും ഒക്കെ പാടിക്കണം. അതെങ്ങനെയാണെന്നാണ് എനിക്ക് അത് പിന്നെ മറ്റേ ഹൈ പിച്ചിൽ പോകുമ്പോ ഉണ്ടല്ലോ, മോഹിച്ചിരുന്നതു കിട്ടിയെന്നുള്ളൊരു മോദത്തിലെല്ലാരും കഴിഞ്ഞിടും. ഇനി മോദത്തിലെല്ലാരും കഴിഞ്ഞിടും. ഗുഡ് ഗുഡ്. ബാപ്പാടെ മോനിന്ന് ലോകം പുകഴ്ത്തുമ്പോൾ ബാപ്പാക്ക് കൽബ് തെളിഞ്ഞിടും. ബാപ്പാക്ക് കൽബ് തെളിഞ്ഞിടും. അങ്ങനെയുള്ള കുറെ സംഗതികളൊക്കെ ഇങ്ങനെ എടുക്കാൻ തുടങ്ങി. അത് തന്നെ ഒരു നല്ല സൈനാണ്. കുറച്ച് ശ്രദ്ധ വന്നു, കുറച്ച് പാട്ട് എങ്ങനെയാണ് സംഗതികളൊക്കെ എങ്ങനെ പാടണം എന്നുള്ളതൊക്കെ ഒന്ന് ഓർമ്മ വെച്ച് പിച്ച വെച്ച് ഇങ്ങനെ അങ്ങനെ കേറുകയാണെന്നുണ്ട് ദിയക്കുട്ടി. നല്ല കാര്യമല്ലേ ഇത്? ചില്ലറ കാര്യമാണോ ഇത്? ഇനിയിപ്പോ ആരാ? ഞാനൊരു സംഭവമാണല്ലേ? അത് കലക്കിയിട്ട് ഒരു സംഭവം തന്നെ.
ഇന്ന് പാട്ട് മോള് വലിയ കുഴപ്പമില്ലാതെ, എന്നാ ഇച്ചിരി കുഴപ്പമൊക്കെ ഉണ്ട്, എന്നാലും പഴയതിനെക്കാട്ടിൽ വളരെ 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 ബെറ്റർ ആയിട്ട് മോള് പാടി കേട്ടോ. ഇനി ഇഷ്ടപ്പെട്ടു. ഇനി വേറെ ഇത് മാത്രം എടുത്തുകൊണ്ട് വന്നാൽ പോരാ, ഇനി കുറച്ച് നമ്മളെന്താണ് ശാസ്ത്രീയ സംഗീതം കലർന്ന ഒരു സെമി ക്ലാസിക്കൽ പാട്ട്, അതുപോലൊക്കെ ഇങ്ങനെ പതുക്കെ 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 എടുത്ത, പ്രായമായില്ല എന്നാലും അതൊക്കെ ഇങ്ങനെ ശകലിച്ച് എടുത്ത് വരണം. ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. അപ്പോഴേ ഒരു 2 മാസം കഴിയുമ്പോൾ പാടാൻ പറ്റും. കേട്ടോ? കേട്ട്. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഇന്നെന്റെ അനിയന്റെ ഹാപ്പി ബർത്ത്ഡേ. ആണോ? ഓ, അനിയന്റെ. എന്റെ അനിയന് വേണ്ടി ഞാൻ ഈ പാട്ട് പാടിയത്. ഓ, അനിയന്റെ പേരെന്താണ്? റംസാൻ. അപ്പൊ റംസാൻ കുട്ടിക്ക് ഞങ്ങളുടെ എല്ലാം ഹാപ്പി ബർത്ത്ഡേ. ദിയക്കുട്ടി, എന്തോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ പറയുക, ഈ പാട്ടിന് ഒരു പല്ലവി കൂടാതെ അനുപല്ലവിയും കൂടാതെ 2 ചരണമുണ്ട്. അപ്പൊ പല്ലവി അനുപല്ലവി 2 ചരണം, ഇതിന്റെ എല്ലാത്തിന്റെയും ലിറിക്സ് ദിയക്കുട്ടി തെറ്റാതെ പാടി. അതിന് വലിയ കൈയടി. ഞാൻ ഇത്രയും കുഞ്ഞു തലയുടെ അകത്ത് ഇതൊക്കെ ഇരുന്നില്ലേ മീനൂട്ടി? ആ ബബിള് പോലത്തെ കവിളില് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തേ അതിനെ. അതുമാതിരി ആ ഹൈ പാടുന്നതും സാധാരണ പാടുമ്പോൾ ശ്രുതിയൊക്കെ കുറച്ച് കൈവിട്ട് പോവാറുണ്ട്. പക്ഷെ ഇന്നിപ്പോ അതൊന്നും ഉണ്ടായില്ല. കുറെ എല്ലാം ഇങ്ങനെ ഓൾമോസ്റ്റ് ശ്രുതിയിൽ ചേർന്ന് തന്നെ പോയത് അല്ലേ? അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ നല്ല സന്തോഷം വന്നു തുടങ്ങി. ഇതുപോലെ തന്നെ പൊക്കോ കേട്ടോ. വെരി ഗുഡ്. മധുവങ്കളുടെ ഭാഗ്യം ആദ്യം തന്നെ ഒരു വലിയ കയ്യടി. ഓപ്പൺ വോയിസിൽ ആദ്യം മുതൽ അവസാനം വരെ പാടിയതിനും എല്ലാമാണ് ഈ കയ്യടി. ഓക്കെ. പല്ലിവയൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഭാഗത്തേക്കൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മധുവങ്കൾ പറഞ്ഞു ഇങ്ങോട്ട് നോക്കാൻ, ക്യാമറയിലേക്ക് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ശ്രദ്ധ കുറച്ചും കൂടി ഉണ്ടാവണം കേട്ടോ. അപ്പോൾ വളരെ നന്നായിട്ട് പാടി കേട്ടോ. നന്നായിരുന്നു കണ്ണ. നോർത്ത് പാട്ടൊക്കെ പാടി, നല്ല ലിറിക്സ് ഒക്കെ. എനിക്ക് തോന്നുന്നു ഉമ്മയും വാപ്പൻ്റെ അടുത്തൊക്കെ പാടുന്ന പാട്ടായിരിക്കും. ഇതല്ല, ഇതിപ്പോ എന്റെ മാഷമ്മ സെലക്ട് ചെയ്ത് തന്ന ഒരു പാട്ടാ. ഓ, എനിക്ക് എന്റെ മാഷമ്മക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാ. അസലായിരുന്നു മോളെ, നന്നായിരുന്നു ഉമ്മ. എന്റെ അനിയന് വേണ്ടി ഒരു അനിയൻ പൂക്കുറ്റി അടിക്കോ? തന്റെ കമ്മല് ഉണ്ടോ? കമ്മല് കണ്ടു. ആരാ വാങ്ങിച്ചെന്നേ? ദീപക് അങ്കിൾ. ആണോ? ഇവിടുന്ന് ക്ലിയർ ആയിട്ട് കാണുന്നില്ല, അതാണ്. ഇഷ്ടായോ? മറ്റേതോ ഞാൻ മേടിച്ചെന്ന് വേറൊന്നും ഉണ്ടായിരുന്നില്ലേ? ജിമിക്കി. ഇതാണോ കൂടുതൽ ഇഷ്ടമായത്? ഇത് കുഞ്ഞിതായതുകൊണ്ട് മതി. അത് പിന്നെ ഇട്ടാ മതി, കാതൊക്കെ സ്ട്രോങ് ആയിട്ട്. ഇപ്പൊ ഈ കുഞ്ഞിട്ടാ മതി കേട്ടോ. അതെ, ഞാനൊരു 2 പവന്റെ ഒരു മാല വാങ്ങിച്ചു കൊടുത്തു, അത് കിട്ടിയില്ലായിരുന്നു. ഇപ്പൊ പറയും മീനൂട്ടിയുടെ കയ്യില കൊടുത്തത്. ഞാൻ പറഞ്ഞു എപ്പോഴും പറയും മീനൂട്ടി ചേച്ചിക്കാണല്ലോ എപ്പോഴും പണി കൊടുക്കുന്നത്. പണി കൊടുക്കുന്നതല്ല, ഞാൻ വാങ്ങിച്ച് ഇവിടെ ഞാൻ വന്നപ്പോ മോളില്ല. അപ്പൊ മീനൂട്ടി ഇവിടെ ഇരുന്നുണ്ട്. സ്പോൺസർഡ് ബൈ ഡാസ്ലർ ആൻഡ് ബ്രാഹ്മിൻസ് ആസ്പിറേഷൻസ് ഏഷ്യൻ പെയിന്റ് എന്നൊക്കെ പറഞ്ഞു. മീനൂട്ടി ഒന്ന് വന്നേ, ആ ദിയക്കുട്ടിക്ക് ഒന്ന് കൊടുത്തേക്കണമെന്ന് വന്ന് 2 പവന്റെ മാല ഞാൻ കൊടുത്തത്. കൊടു ചോദിക്കില്ല, മാല എടുക്കാൻ പറ. അങ്കിൾ എന്റേതാണ്, ഞാൻ തരാതിരിക്കോ ദിയക്കുട്ടി? തരും. അപ്പൊ ആരെ കള്ളം പറയണേ? MG അങ്കിൾ. അതുകൊണ്ട് കുഴപ്പമില്ല. ശരി, ഓക്കെ. ശരി. അപ്പൊ മാർക്ക് കേൾക്കാം അല്ലേ? അപ്പൊ ദിയക്കുട്ടിക്ക് ഞാൻ എന്ത് തരുന്ന മാർക്ക് 8.75 ഔട്ട് ഓഫ് 10. താങ്ക് യു. ദിയക്കുട്ടി, മാർക്ക് കേറി വരുന്നുണ്ടല്ലോ. ഞാൻ ഇട്ടതും 8.75 തന്നെ. താങ്ക് യു. മധുവങ്കൾ അത് തന്നെയാണ് ഇട്ടത്, 8.75. വീണ്ടും താങ്ക് യു. ടോട്ടൽ 26.25 ഔട്ട് ഓഫ് 30. താങ്ക് യു. അതായത് ദിയമോൾക്ക് സാധാരണ കിട്ടുന്നത് A+O നിന്നും ഇപ്പൊ കിട്ടിയിരിക്കുന്നത് A Extreme. താങ്ക് യു. അടിപൊളി. അപ്പൊ ഒരു റംസാൻ ഒരു അനിയൻ റംസാൻ ബുക്കറ്റി. ഒപ്പം ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു,
Happy birthday to Ramzan. Happy birthday to you. താങ്ക് യു. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു. ഇനി വോട്ടിങ്ങിനുള്ള സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രീഡും നൽകുക. Bye. ബൈ ബൈ Bye bye. MG സാറേ കള്ളം പറഞ്ഞത് മോശമായി പോയി കേട്ടോ. മോശമായി പോയി കേട്ടോ. ഫോണോ ലാപ്ടോപ്പോ കയ്യിലുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഷോറൂം ശൃംഖലയായ മൈജി നിങ്ങളുടെ വീട്ടിലെത്തും. www.myji.in എന്ന വെബ്സൈറ്റിലെ വെർച്വൽ ഷോപ്പിംഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുൻകൂട്ടി ഷോപ്പിംഗ് സ്ലോട്ട് ബുക്ക് ചെയ്താൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മൈജി ഷോറൂമിൽ നേരിട്ട് എന്നതുപോലെ പർച്ചേസ് ചെയ്യാം. കൂടാതെ നാട്ടിലോ വിദേശത്തോ ഉള്ള വേണ്ടപ്പെട്ടവരെ കൂടി ഉൾപ്പെടുത്തി ഷോപ്പ് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. പുതിയ മോഡലുകളുടെ അപ്ഡേറ്റ് പ്രൈസ്, ഓഫറുകൾ എന്നിവയെല്ലാം വിവരിച്ചുകൊണ്ട് പേഴ്സണൽ അസിസ്റ്റന്റ് സൗകര്യവും ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചുള്ള മൈജിയുടെ വെർച്വൽ ഷോപ്പിംഗിൽ ഒരുക്കിയിട്ടുണ്ട്. ഗാഡ്ജറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം. മൈജിയുടെ എക്സ്പ്രസ് ഡെലിവറി അതിവേഗം നമ്മുടെ വീട്ടിലെത്തിക്കുന്നു. ഇനി ഒട്ടും വൈകണ്ട, വെർച്വൽ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ചെയ്യൂ myji.in നിന്നും. വേറൊരു റേഞ്ച് ആണ് മൈജി. ഈ പോങ്ങളെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ആരാണ്? ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ബെവൻ. വെൽക്കം ബെവൻ ഓൺ സ്റ്റേജ്. അപ്പൊ നമ്മുടെ ബെവൻ കുട്ടൻ ഇപ്പൊ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു നല്ല പാട്ട് പാടിക്കൊടുക്കും അല്ലേ? जब शाम ढले
അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.